അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം യൂണിറ്റിലെ അത്തഹയ്യത്തു വത്തആറുഫ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ മൂന്നാമത്തെ ടെക്സ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ഒരു ദിവസം അറബി ക്ലാസ്സിലേക്ക് അബ്ദുള്ള പ്രവേശിക്കുകയാണ്. അവൻ നന്നായിട്ട് കിതക്കുന്നുണ്ടായിരുന്നു. കാരണം സമയത്തെത്താൻ വേണ്ടിയിട്ട് വളരെ ധൃതി പിടിച്ചുകൊണ്ടാണ് അവൻ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ളത്. എങ്കിലും അവൻ 5 മിനിറ്റ് വൈകിയാണ് എത്തിയിട്ടുള്ളത്. അവൻ്റെ ഫ്രണ്ട്സെല്ലാം അവിടെ നേരത്തെ ഹാജറായിരുന്നു. അവരോടൊക്കെ സലാം പറഞ്ഞുകൊണ്ട് അവൻ പിന്നിലുള്ള ഒരു ബെഞ്ചിൽ പോയിരുന്നു. അവൻ സമയം വൈകിട്ടാണല്ലോ വന്നത്. അത് കാരണത്താൽ അവൻ്റെ ടീച്ചർ അവനെ വഴക്ക് പറയുമോ എന്ന് അവൻ ഭയന്നിരുന്നു. പക്ഷേ അവൻ്റെ ഭാഗ്യം എന്നോണം അതുവരെ ടീച്ചർ ക്ലാസ്സിലെത്തിയിരുന്നില്ല. ഈ ടീച്ചറാണെങ്കിലോ ആ ടീച്ചർ അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ കൊണ്ടും അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ എത്തുന്ന ആ കാര്യത്തിലൊക്കെ വളരെ പേര് കേട്ടൊരു വ്യക്തിയായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ആ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. എല്ലാവരുടെയും മേൽ അദ്ദേഹം ഉച്ചത്തിൽ സലാം പറഞ്ഞു. എല്ലാവരും അദ്ദേഹത്തിന് സലാം അടക്കുകയും ചെയ്തു. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, കാനത്ത് ഹാദി മാദത്തുൽ മുഹാദത്തു ബിൽ ലുഗത്തിൽ അറബിയ്യ. ഇത് കമ്മ്യൂണിക്കേറ്റീവ് അറബിയുടെ ഒരു ക്ലാസ് ആയിരുന്നു. ആ ടീച്ചർ ആ ക്ലാസ്സിനെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ശൈലിയിലാണ് ക്ലാസ് എടുക്കാറുള്ളത്. അദ്ദേഹം നന്നായിട്ട് അറബി സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അറബി നേറ്റീവ് ലാംഗ്വേജ് ആയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ അറബികളുടെ സംസാരത്തിനോട് സമാനമായ രീതിയിലായിരുന്നു. അദ്ദേഹം വളരെയധികം പതുക്കെയും അതുപോലെ തന്നെ എളുപ്പത്തിലുമാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹം ക്ലാസ് എടുക്കുക. കാരണം ഈ വിദ്യാർത്ഥികൾക്കിടയിൽ അറബി ആദ്യമായിട്ട് പഠിക്കുന്നവരുമുണ്ട്, ഒരുപാട് വർഷങ്ങളായിട്ട് അറബി പഠിക്കുന്നവരുമുണ്ട്. ഏതായാലും ഒരു നല്ല സ്കില്ലുള്ള ഒരു വിജയിക്കുന്ന ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികളുടെയും ലെവൽ പരിഗണിക്കുന്ന ഒരാളാണ്. എന്നിട്ട് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ആകർഷിപ്പിക്കുന്ന, അതുപോലെ തന്നെ എല്ലാവരിലും ആ വിഷയത്തിനോട് ഇഷ്ടമുണ്ടാക്കുന്ന, ആരെയും മടുപ്പിക്കാത്ത ഒരു അധ്യാപകനാണ് അയാൾ. ഈ കാര്യത്തിൻ്റെയും അതുപോലെ തന്നെ തമാശയുടെയും ഇടയിലൊക്കെ കൂട്ടിക്കലർത്തുകൊണ്ട് അദ്ദേഹം ക്ലാസ് എടുക്കും, അതുപോലെ തന്നെ തമാശയും പറയും. അങ്ങനെയുള്ളൊരു ക്ലാസ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്. ഒരു വളരെ കഴിവുള്ള ഒരു അധ്യാപകനെ എങ്ങനെയാണ് കുട്ടികളുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യേണ്ടതെന്ന് അറിയാം. അതുപോലെ തന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിനെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു രീതിയിൽ എങ്ങനെ ക്ലാസ്സിനെ ആക്കാം എന്നും അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ക്ലാസ്സിലേക്ക് വന്ന അധ്യാപകൻ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നു, അറബി പഠിക്കാനുള്ള നിങ്ങളുടെ അഭിപ്രായത്തിൽ അറബി പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? നമുക്ക് എങ്ങനെയാണ് അറബി ഏറ്റവും കുറഞ്ഞ സമയത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുക എന്ന് അധ്യാപകൻ ചോദിച്ചു. അപ്പോൾ ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അത് നല്ല രീതിയിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മതിയാകും എന്ന് പറഞ്ഞു. വേറൊരു വിദ്യാർത്ഥി എഴുന്നേറ്റ് പറഞ്ഞു, നമ്മൾ അറബി സംസാരിക്കുന്ന നല്ല വീഡിയോകളൊക്കെ കേൾക്കുക. റേഡിയോയിലൂടെയോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയോ ഒക്കെ നല്ല വീഡിയോകൾ കേട്ടാൽ മതിയാകും. അതുപോലെ തന്നെ വേറെ ആൾ എന്ന് പറഞ്ഞു, നമ്മൾ ഒരുപാട് വായിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് വൊക്കാബുലറി, ഒരുപാട് ലഫ്ലുകൾ നമ്മൾ മനഃപ്പാഠമാക്കുകയും ചെയ്യുക. എന്നിട്ട് നമ്മളുടെ സംസാരത്തിലും എഴുത്തിലൊക്കെ അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. നാലാമത്തെ ആൾ പറഞ്ഞു, നമ്മൾ അറബി സംസാരിക്കുന്നവരോട് കൂടെ കൂടുകയും അതുപോലെ തന്നെ അവരോട് കൂടെ സംസാരിക്കുകയും ചെയ്താൽ മതി. അഞ്ചാമത്തെ ആൾ പറഞ്ഞു, അവിടെ അറബി സംസാരിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഈ അറബി സംസാരിക്കാത്ത അറബി നാടുകളിൽ അറബി അല്ലാത്ത അനറബികൾക്ക് അറബി പഠിക്കാനുള്ള ഒരുപാട് ട്രിക്കുകളും കാര്യങ്ങളും അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഞാൻ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ് എന്ന് അഞ്ചാമത്തെ ആളും പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ അബ്ദുള്ള എഴുന്നേറ്റ് എന്നാണ് പറയുന്നത്. അബ്ദുള്ള തൻ്റെ അഭിപ്രായം ഉസ്താദിനോട് മുമ്പിൽ അവതരിപ്പിച്ചു. അബ്ദുള്ള പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ കൂട്ടുകാർ പറഞ്ഞ എല്ലാ അഭിപ്രായവും ശരി തന്നെയാണ്. നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും അറബി ഈ രീതിയിലെല്ലാം പഠിക്കുക തന്നെ വേണം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു കാര്യം അതെന്താണ്? അൽ മുമാറസു ദൗബ, നിത്യമായിട്ടുള്ള പരിശീലനമാണ്. ഒരു നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പരിശീലനമാണ് അതിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു നിശ്ചിത പീരീഡ്, അത് എത്ര കുറവാണെങ്കിലും ഒരു നിശ്ചിത പീരീഡ് നമ്മൾ അറബിയെ സംസാരിക്കുകയുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ദൃഢനിശ്ചയം ചെയ്യണം. ഒരു നിശ്ചയ സമയത്തേക്കെങ്കിലും നമുക്ക് അറബി നാടുകളിൽ പോയി നിൽക്കാനും അതുപോലെ തന്നെ അറബി സംസാരിക്കുന്ന അവിടുത്തെ നേറ്റീവ്സുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാനും കഴിഞ്ഞിരുന്നെങ്കിൽ അത് എത്ര നന്നാവുമായിരുന്നു. നമ്മൾ ചെറുപ്പകാലം മുതലേ ഈ ഭാഷകളെല്ലാം പഠിച്ചിരിക്കണം. ഈ ചെറുപ്പകാലത്തിൽ ഭാഷകൾ പഠിക്കുക എന്നുള്ളത് വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ്. കാരണം ഈ ചെറിയ കുട്ടികൾക്ക് അവർക്ക് ഈ ഭാഷകളിലുള്ള ലഫ്ലുകൾ അത് മുതിർന്നവരെക്കാൾ
പെട്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഓർത്തു വെക്കാനും കഴിയും. അതാണ് നമുക്ക് ഈ ഭാഷാ ചരിത്രത്തിൽ നമുക്ക് അതിൻ്റെ അനുഭവത്തിൽ നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നിന്നും നമുക്കതാണ് മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരെന്താണ് രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ വളരെ നല്ല രീതിയിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ. കാരണം അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കൽ അനിവാര്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു എൻവിറോൺമെന്റ് എന്താണ് അവരുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ അവരെന്താണ് ആ സമയത്ത് അവർ മറ്റുള്ളവരോട് ആ കുട്ടികളോടെല്ലാം പരസ്പരം ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് അവർക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അവരെ സഹായിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉദാഹരണവും തരാം. എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള എൻ്റെ റൂംമേറ്റ് ആയിട്ടുള്ള മാസിൻ അഹമ്മദ്, അദ്ദേഹം ഇപ്പോൾ പഠിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അദ്ദേഹം നമ്മളെപ്പോലെ ഒരു അറബി മദ്രസയിൽ പോയിട്ട് അറബി പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് അദ്ദേഹത്തിനെ വീട്ടിൽ വെച്ച് അറബി പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ അറബി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു. അദ്ദേഹം ഇന്നും അറബികൾ സംസാരിക്കുന്നത് പോലെ അറബി സംസാരിക്കുന്ന ഒരാളാണ്. നമ്മളെക്കാൾ വളരെയധികം മികച്ച രീതിയിൽ അദ്ദേഹത്തിന് അറബി സംസാരിക്കാൻ അറിയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അത് പഠിക്കുകയും അതുപോലെ തന്നെ ചെറുപ്പകാലത്ത് തന്നെ അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അറബിയിലേ സംസാരിക്കാറുള്ളൂ. ഞാൻ പുതുതായിട്ട് കാണുന്ന വാക്കുകളും അതുപോലെ തന്നെ പ്രയോഗങ്ങളും എല്ലാം ഞാൻ അദ്ദേഹത്തിനോട് കൂടെ സംസാരിക്കുമ്പോൾ അഥവാ ഈ മാസിനോട് കൂടെ സംസാരിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചിന്തകളെല്ലാം എല്ലാ ദിവസവും കുറിച്ചു വെക്കുന്നത് അത് അറബി ഭാഷയിലാണ്. അതുപോലെ ഞാൻ ഒരുപാട് അറബി പ്രോഗ്രാമുകൾ കാണാറും കേൾക്കാറുമുണ്ട്. ഈ രീതിയിലൊക്കെ ഈ മാർഗങ്ങളിലൊക്കെ അറബി പഠിക്കുന്നത് എനിക്ക് വളരെയധികം നല്ല രീതിയിൽ ഉപകാരം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അറബി ഭാഷയിൽ സംസാരിക്കാനും അതിൽ കോണ്ടാക്ട് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ എനിക്ക് അതിനുള്ള മഹാറത്ത് അതൊരു പരിധി വരെ നല്ലൊരു പരിധി വരെ അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ അബ്ദുള്ള തന്റെ സംസാരം നിർത്തിയതിനു ശേഷം ഉസ്താദ് ആ ടീച്ചർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അബ്ദുള്ളക്ക് കൈയടിച്ചു. എന്നിട്ട് ആ ടീച്ചർ അബ്ദുള്ളയോട് പറഞ്ഞു, നിന്റെ അറബി ഭാഷയിലുള്ള ഈ സംസാരം വളരെ നന്നായിട്ടുണ്ട് അബ്ദുള്ള. അതുപോലെ തന്നെ നീ പറയുന്ന കാര്യങ്ങളിലൊക്കെ 100% ഞാൻ നിന്നോട് യോജിക്കുന്നുണ്ട്. ഈ അറബികളല്ലാത്ത ആളുകൾക്ക് അറബി സംസാരിക്കാൻ നീ പറഞ്ഞിട്ടുള്ള ഈ ഒരു നിർദ്ദേശങ്ങൾ അതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിദ്യാർത്ഥികളോട് ആ ടീച്ചർ പറഞ്ഞു, അബ്ദുള്ളക്ക് ഞാനൊരു നല്ല ശോഭിച്ച ഭാവി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അബ്ദുള്ള പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ, അബ്ദുള്ള പറഞ്ഞിട്ടുള്ള ആ മാർഗ്ഗങ്ങളിൽ നിങ്ങൾ അബ്ദുള്ളയെ പിന്തുടരണം. അതുപോലെ തന്നെ ഏത് ഭാഷ നാം പഠിക്കുകയാണെങ്കിലും അത് യഥാർത്ഥത്തിൽ അത് അവലംബിക്കുന്നത് അത് അയാളുടെ ആഗ്രഹവും അതുപോലെ തന്നെ ആത്മാർത്ഥതയും ആഗ്രഹവും വേണം ഏത് ഭാഷയും പഠിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിന്റെ പുറത്തൊക്കെ നിങ്ങളുടെ ഒരു ലെവൽ ഉയരുന്നത് വരെ നിങ്ങൾ അറബി എന്ത് ചെയ്യുക, പതിവാക്കുക. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നിങ്ങളുടെ ആ ലക്ഷ്യത്തെ എത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവസാനിക്കുന്നുണ്ട്. പിന്നീട് അതിന്റെ ബാക്കി ഒരു ഡയലോഗ് രൂപത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൂടെ നമുക്ക് നോക്കണം. ഈ ഡയലോഗിലുള്ളത് നമ്മൾ ഇതുവരെ പഠിച്ച ഈ ടെക്സ്റ്റിൽ വായിച്ച കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത് പോലെയാണുള്ളത്. ഇതൊരു സംഭാഷണം രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കണമെന്നില്ല, വായിക്കണമെങ്കിൽ വായിക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് എന്താണ്, മിമാദു അലിഫൽ ഉസ്താദ്, എങ്ങനെയാണ് ഉസ്താദ് അറിയപ്പെട്ടത്? അപ്പം മാസിൻ പറയുന്നു, ഉസ്താദ് അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻ കൊണ്ടും അതുപോലെ തന്നെ കറക്റ്റ് ക്ലാസ്സിലെത്തുക ആ ഒരു രീതിയിലാണ് അറിയപ്പെട്ടത്. അബ്ദുള്ള ചോദിക്കുന്നു, എന്താണ് ഉസ്താദ് ആദ്യം ക്ലാസ്സിലേക്ക് കയറിയിട്ട് എന്താണ് ചെയ്തത്? അപ്പോൾ മാസിൻ പറയുന്നു, അദ്ദേഹം കയറിയിട്ട് സലാം പറഞ്ഞു. അതുപോലെ തന്നെ അബ്ദുള്ള പറയുന്നു, എന്താണ് കുട്ടികൾ അദ്ദേഹത്തിന് തിരിച്ചു നൽകിയത്? അപ്പോൾ മാസിൻ പറയുന്നു, എല്ലാവരും അദ്ദേഹത്തിന്റെ മേൽ തിരിച്ച് സലാം പറഞ്ഞു. അബ്ദുള്ള പറഞ്ഞു, എങ്ങനെയാണ് ഉസ്താദ് അദ്ദേഹത്തിന്റെ പാഠം പഠിപ്പിക്കുന്നത്? അദ്ദേഹം എന്താണ് വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ഭംഗിയുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സംസാരം അറബികളോട് എന്താണ് സാദൃശ്യമായിട്ടുള്ള രീതിയിലാണ്. അദ്ദേഹം വളരെയധികം പതുക്കെയും അതുപോലെ തന്നെ എളുപ്പവും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹം ക്ലാസ് എടുക്കാറുള്ളത്. അതേപോലെ തന്നെ അങ്ങനെ അതേ ഓർഡറിൽ തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നുള്ളത്. പിന്നെ അതാ നോക്കാം, ബാക്കിയൊക്കെ വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം വന്നിട്ട് എന്താണ് ചോദിക്കുന്നത്? അദ്ദേഹം ചോദിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് അറബി പഠിച്ചെടുക്കാൻ കഴിയുക, വളരെയധികം കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെയാണ് അറബി പഠിക്കാൻ കഴിയുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പിന്നെ ആരാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്? 6 വിദ്യാർത്ഥികൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത്തെ ആൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? രണ്ടാമത്തെ ആൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മൂന്നാമത്തെ ആൾ പറഞ്ഞ എന്താണ്? നാലാമത്തെ ആൾ പറഞ്ഞ എന്താണ്? അതേപോലെ തന്നെ അഞ്ചാമത്തെ ആൾ പറഞ്ഞ എന്താണ്? ആറാമത്തെ ആൾ പറഞ്ഞ എന്താണ്? അതൊക്കെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ അവസാനം പറഞ്ഞത് അബ്ദുള്ളയാണ്. അബ്ദുള്ള എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഉസ്താദ് എന്താണ് ചെയ്തത്? ഉസ്താദ് എന്താണ് കൈയടിച്ചുകൊണ്ട് എല്ലാവർക്കും എന്ത് ചെയ്യാണ്? പിന്നീട് ഈ ഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് നോക്കണം.
ആദ്യത്തെ ക്വസ്റ്റ്യൻ, അബ്ദുള്ള നന്നായിട്ട് അറബി സംസാരിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം നന്നായിട്ട് അറബി സംസാരിക്കുന്ന ആളായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാഹി തുർക്കുൽ മുസ്ല ലി തഅല്ലുമി അൽ അറബിയ, അറബി പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താണ്? അത് നമ്മൾ ആ 6 ആൾക്കാർ പറഞ്ഞിട്ടുള്ള ആ മാർഗ്ഗങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ മെക്കാനിക്കൽ പഠിക്കുന്ന അറബി മദ്രസയിലൊന്നും പഠിക്കാത്ത നമ്മുടെ മാസിൻ എങ്ങനെയാണ് നല്ല രീതിയിൽ അറബി സംസാരിക്കുന്നത്? കാരണം അദ്ദേഹം എന്താണ് ചെറുപ്പകാലം മുതലേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അറബി സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ അറബി പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 5-6 ആൾക്കാർ പറഞ്ഞിട്ടുള്ള മാർഗ്ഗങ്ങൾ പറയാം. അതുപോലെ തന്നെ ഈ കുട്ടികൾ ഉസ്താദിൻ്റെ ക്ലാസ് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെത് വളരെയധികം സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ എക്സസൈസ് വരുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, ഈ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തതിൻ്റെ നോക്കുകയാണെങ്കിൽ ഒന്ന് വരുന്നത് ദഖല ത്വാലിബ്, ദഖല എന്നുള്ളതാണ്. ദഖല ത്വാലിബ് അബ്ദുള്ള എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ബിൽ ജാമി, ആ ഒന്നാമത്തിൽ തന്നെ ബിൽ ജാമിയത്തിൽ മില്ലിയത്തിൽ ഇസ്ലാമിയ എന്ന് പറയുന്നു. അതിനുശേഷം വഹുവ യൽഹസു എന്നാണ് കൊടുക്കേണ്ടത്. വഹു യൽഹസു എന്ന് കൊടുക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തത് വജലസ ഫി അഹദിൽ മഖാദിൽ ഖൽഫിയ. അതിനുശേഷം കാന യഖാഫു അന്ന ഉസ്താദ് റുബമ, അവിടെ റുബമ എന്നല്ല, അവിടെ കതി ബിഹു എന്നാണ് ശരിക്കും വരേണ്ടത്. പ്രിന്റ് മിസ്റ്റേക്ക് ആണ് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ വലാക്കിൻ ലി ഹുസ്നി ഹദ്ദിഹി മാ ഹദറൽ ഉസ്താദു ബഅദു എന്നാണ്, മാ ഹദറ എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. മൂന്നാമത്തത് വായിച്ചു നോക്കുകയാണെങ്കിൽ കാനത്ത് ലാലിക, കാനത്ത് ഹാദിഹി ആണ് വേണ്ടത്. കാനത്ത് ഹാദിഹി മാദത്തുൽ മുഹാദത്തി ബില്ലുഅത്തിൽ അറബിയ്യത്തില്ലത്തി കാന യുദരിസുഹ ഹാദൽ ഉസ്താദുൽ ബാരിഉ ബിത്വരീഖതിഹിൽ ജമീല കാന നുത്ഖുഹു റായൻ അഖറബ ഇലാ നുത്ഖിൽ അറബി, അങ്ങനെയാണ് വേണ്ടത്. നാലാമതായിട്ടുള്ളത് കാന യതഹദ്ദസു അലാ മഹ്ലി വബലഗതി സഹലിൻ മഫ്ഹൂമിൻ ലിൽ ജമീഇ. അതുപോലെ തന്നെ ഫമിൻ ബൈന ത്വലബത്തി മൻ ദറസു അവാവുള്ളത് ദറസു അൽ അറബിയത സനവാത്തിൻ. അഞ്ചാമതായിട്ടുള്ളത് വൽ മുഅല്ലിമുൽ ബാരിഉ വ അൻ നാജിഹു ഹുവല്ലദി യുറായി മുസ്തഫ കുല്ലി ത്വലബത്തി വ ത്വാലിബാത്ത് വ യുഹബ്ബിബുൽ മഅദത ഇലാ നുഫൂസി ത്വലബത്തി വ യുശവ്വിഖുഹു എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ യുശവ്വിഖുഹും എന്നുള്ളതും അവിടെ ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ടുള്ള ജുംല ഉണ്ടാക്കാനുള്ള ലഫ്ദുകളാണ്. അൽ മഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുക. അതുപോലെ തന്നെ മുവാദബത്ത് എന്ന് പറഞ്ഞാൽ പതിവാക്കുക. അൽ മുഅല്ലിമുൽ ബാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടാലന്റഡ് ആയിട്ടുള്ള അധ്യാപകൻ. അന്നജാഅത്ത് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി. അത്തഫാഉൽ വൽ ഇഖ്തിലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്തഫാഉൽ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇഖ്തിലാത്ത് എന്ന് പറഞ്ഞാൽ കൂടിക്കലരുക. അടുത്തതായിട്ടുള്ളത് റീറൈറ്റ് ചെയ്യാനുള്ള എക്സസൈസ് ആണ്, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ട്രാൻസ്ലേഷൻ ആണ്. അറബി ടു ഇംഗ്ലീഷും ഇംഗ്ലീഷ് ടു അറബിയും കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും നമുക്ക് തൽക്കാലം സ്കിപ്പ് ചെയ്യാം. പിന്നീട് കൊടുത്തിട്ടുള്ളത് ജുംല ഉണ്ടാക്കാനുള്ള ലഫ്ദുകളാണ്. അതിലൊന്നാമത്തത് അൻഹക ക്ഷീണിപ്പിക്കുക എന്നുള്ളതാണ്. തഅഖറ പിന്തുക, വാദബ പതിവാക്കുക, തഹദ്ദസ സംസാരിക്കുക, റാഅ പരിഗണിക്കുക, ഷവ്വഖ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക, തഫാഅല ഇന്ററാക്ട് ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, ഇക്തസബ നേടിയെടുക്കുക, ഇഖ്തലത കൂടിക്കലരുക, മാറസ പരിശീലിക്കുക. പിന്നീട് ഇവിടെ എന്താണ് സെന്റൻസ് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാനുള്ളതാണ്. അതിൽ ഒന്നാമത്തെ സെന്റൻസ് ശരിയാണ്. ഒന്നാമത്തേതിൽ പറയുന്നത് അദ്ദേഹം എന്താണ് വൈകി വന്ന സമയത്ത് ഉസ്താദ് വഴക്ക് പറയുമെന്ന് പേടിക്കുന്ന ആ ഒരു കാര്യമാണ് പറയുന്നത്, അത് ശരിയാണ്. രണ്ടാമത്തേത് തെറ്റാണ്. കാരണം ആ ക്ലാസ് അവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, കാരണം ഹാദിഹി മാദത്തു താരിഖിൽ അറബി, ഇത് അറബിക് ഹിസ്റ്ററിയുടെ ക്ലാസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് അറബിയുടെ ഹിസ്റ്ററിയുടെ ക്ലാസ് അല്ലായിരുന്നു, മറിച്ച് അത് അറബി കമ്മ്യൂണിക്കേറ്റീവ് അറബിയുടെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ കാനത്ത് ഹാദി മാദത്തു മുഹാദത്തി ബിൽ ലുഅത്തിൽ അറബിയ എന്നാണ് ശരിക്കും വേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമത്തെ എന്താണ്, കുട്ടികളോട് ഉസ്താദ് ചോദിക്കുന്ന ഒരു സന്ദർഭമാണ് പറഞ്ഞിട്ടുള്ളത്, അത് ശരിയാണ്. നാലാമത്തത് തെറ്റാണ്. കാരണം നാലാമത്തതിൽ അവിടെ കത് ളഅഫത് ഇലാ ഹദ്ദിൻ കബീരിൻ ലിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ശരിക്കും വേണ്ടത് കത് തഹസന ഇലാ ഹദ്ദിൻ കബീരിൻ എന്നാണ് അവിടെ ശരിക്കും വേണ്ടത്. അപ്പോൾ നാലാമത്തെ തെറ്റാണ്. അഞ്ചാമത്തതിൽ കുഴപ്പമൊന്നുമില്ല, അഞ്ചാമത്തും ശരിയാണ്. പിന്നീട് ഇവിടെ കുറച്ച് നമ്മുടെ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ട അഥവാ പ്രധാനപ്പെട്ടും പഠിക്കേണ്ട ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സംഭാഷണം എഴുതാനുണ്ടാവും, അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആദ്യം അഭിവാദ്യം അർപ്പിക്കുന്നതിന് അതിന് നമ്മൾ പറയാറുള്ള ഒന്നാണ് മർഹബൻ എന്ന് പറയും. അതിൻ്റെ ജവാബായിട്ട് അതിൻ്റെ ആൻസറായിട്ട് പറയേണ്ടത് മർഹബൻ എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ എന്താണ് അസ്സലാമു അലൈക്കും എന്ന് പറയുക, അതിൻ്റെ മറുപടി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ളതാണ്.
അല്ലെങ്കിൽ അഹ്ലം വസഹലം ബിക്ക എന്ന് പറയാം. അതിൻ്റെ മറുപടി വബിക്ക അഹ്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അറബിയിൽ നമ്മൾ വേർപിരിയുന്ന സമയത്ത് വിട്ടുപിരിയുന്ന സമയത്ത് കുറച്ച് പറയുക രീതികൾ പറയാറുണ്ട്. അതും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുർസത്തുൻ സഈദ എന്ന് പറയും. അപ്പോൾ അതിന് മറുപടി ആയിട്ട് പറയേണ്ടത് ഫുർസത്തുൻ സഈദത്തുൻ ഉഖ്റ എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിട്ടുപിരിയുമ്പോൾ പറയുന്ന മറ്റൊന്നാണ് മഅസ്സലാമ. മഅസ്സലാമ എന്ന് പറയുമ്പോൾ അതിന് മറുപടി ആയിട്ട് പറയേണ്ടത് ഇലൽ ലിഖാ എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു വിട്ടുവരുമ്പോൾ പറയുന്ന മറ്റൊരു വാക്യമാണ് ഫുർസത്തുൻ സഈദ എന്ന് പറയുന്നത്. അതിന് മറുപടി ആയിട്ട് ഫുർസത്തുൻ സഈദ എന്ന് തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു അവസാനം പറഞ്ഞു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ തന്നെ അറബിയിൽ നമ്മൾ ഈ ആദ്യത്തെ അഭിവാദ്യം പറഞ്ഞതിന് ശേഷം ഒരു ഭംഗിവാക്കൊക്കെ പറയാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ തശറഫ്തു ബി മഅരിഫതിക, നിന്നെ കണ്ടതിൽ എന്താണ്, നിന്നെ അറിഞ്ഞ നമ്മളെന്താണ് പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷം, നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അതിന് മറുപടി ആയിട്ട് കൊടുക്കേണ്ടത് എന്താ, വാനായിദൻ തശറഫ്തു ബി മഅരിഫതിക, നിന്നെ പരിചയപ്പെടൽ കൊണ്ടും ഞാനും വളരെയധികം സന്തോഷവാനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ അതല്ലെങ്കിൽ മറ്റൊരു രീതി എന്താണ്, സഅ്തു ബി ലിഖായിക, നിന്നെ കാണൽ കൊണ്ട് ഞാൻ അധികം സന്തോഷവാനാണ്. അല്ലെങ്കിൽ എന്താണ്, അന സഈദുൻ ബി ലിഖായിക എന്ന് അങ്ങനെയും പറയാം. അതുപോലെ അതിന് മറുപടിയായിട്ട് കൊടുക്കേണ്ടത് എന്താണ്, അന അസ്അദു എന്ന് പറയലാണ്. അതായത് ഞാനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമാണ്, നിങ്ങളെ കണ്ടതിൽ എന്താണ്, നിങ്ങളെക്കാൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറബിയിൽ എന്താണ് നാലാമത്തായിട്ട് പറയുന്നത്, അറബിയിൽ അധികം ദ്വാകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ദ്വാകളാണ് അല്ലാഹു യസ്ലിമുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്ക്, അങ്ങനെ ഒരുപാട് ദ്വാകളും വരാറുണ്ട്. അതുപോലെ തന്നെ അറബി ഭാഷ പഠിക്കാൻ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വഴികളുണ്ട്. അപ്പോൾ അറബി സംസാരിക്കാനും അറബി എഴുതാനൊക്കെ പഠിക്കാൻ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വഴികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ചങ്ങാതിമാരോട് കൂടെയൊക്കെ നമുക്ക് നിത്യമായിട്ട് അറബി സംസാരിക്കുക എന്നുള്ളത്. ഇനി അറബി ഒരു നാറ്റീവ് അറബിയെ കിട്ടുകയാണ്, ഒരു കറക്റ്റ് അറബിയെ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാകും. അതുപോലെ തന്നെ അറബി ചാനലുകളിലൊക്കെ വരുന്ന അറബി ഭാഷയിലുള്ള പ്രോഗ്രാമുകളൊക്കെ കാണുക. അതുപോലെ യൂട്യൂബിലുള്ള വീഡിയോസുകളും കാര്യങ്ങളൊക്കെ അറബി വീഡിയോസുകൾ കാണുക, അറബി കിതാബുകൾ അധികരിച്ച് വായിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള സംഭവങ്ങളൊക്കെ അറബിയിൽ നോട്ട് ചെയ്യുക, ഡയറക്റ്റ് എഴുതുമ്പോൾ അറബിയിൽ എഴുതുക. അതുപോലെ തന്നെ ആറാമതായിട്ട് പറയുന്നുള്ളത് അറബി നാട്ടുകാർ, അറബികൾ എന്താണ്, അറബികളല്ലാത്ത ആളുകൾക്ക് അറബി പഠിക്കാൻ വേണ്ടിയിട്ട് അറബിക് സ്കൂളുകളിൽ അവരുടെ സ്കൂളിൽ എന്താണ് സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സിലബസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏഴാമതായിട്ട് പറയുന്നത് ഈ ഒരു അറബി പഠിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം, അതായത് ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും പഠിക്കാൻ ആദ്യം വേണ്ടത് ആ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു താല്പര്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നീട് അവസാന ഭാഗത്ത് ഈ പാഠത്ത് നിന്നുള്ള അറിയാത്ത അല്ലെങ്കിൽ എന്താണ് നമുക്ക് സാധാരണ അറിയാത്ത ലഫ്ലുകളുടെ അർത്ഥമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാം. അതേപോലെ തന്നെ അവസാനം ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസിനും കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ ഒരാളെ കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾ എന്താണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് പല അഭിവാദ്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിലേതെങ്കിലും ഒന്ന് പറയാം. അതുപോലെ തന്നെ ഒരാളുമായിട്ട് വിട പറയുമ്പോൾ വേർപിരിയുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്, നമ്മളെന്താണ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, മഅസ്സലാമേ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പഠിച്ചിട്ടുണ്ട്, അതിലേതെങ്കിലും ഒന്ന് എഴുതാം. അതുപോലെ തന്നെ ജാമിയ മില്ലയുടെ ഇന്ത്യയിലുള്ള റാങ്ക് എത്രയാണ്, ആ കോളേജിൻ്റെ യൂണിവേഴ്സിറ്റി റാങ്ക് മൂന്നാം റാങ്കാണ്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് അറബി ഭാഷയിൽ നല്ലപോലെ സംസാരിക്കാനും എഴുതാനൊക്കെ കഴിയുക. അപ്പോൾ ആ ആറുള്ള അഭിപ്രായങ്ങളുണ്ടല്ലോ ആ കുട്ടികൾ പറഞ്ഞ്, അതൊക്കെ നമുക്ക് എഴുതാം. അതുപോലെ തന്നെ നിത്യമായിട്ട് അറബി ഭാഷ പഠിക്കുന്നതിൽ എന്താണ് അതിൻ്റെ എല്ലാ കൺസിസ്റ്റൻസി, അതിൽ നിത്യമായിട്ട് പഠിക്കുക, അതിൻ്റെ ഉപയോഗം എന്താണ്, അപ്പോൾ ആ രീതിയിൽ നിത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാനും ഒക്കെ കഴിയും എന്ന് പറയാം. അതുപോലെ അറബി സംസാരിക്കുന്നതിൽ പഠിക്കുന്നതിൽ എന്താണ് അതിൻ്റെ സാഹചര്യം, ആ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം എന്താണ്. കാരണം എന്താണ്, നമ്മളൊരു അറബി നാട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ അവിടെ നമ്മൾ നിർബന്ധിതമായിട്ട് അറബി സംസാരിച്ച് പോകും. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ, അവിടെ എന്താണ് അവർക്ക് ആ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രകോപിപ്പിക്കുന്ന അവസരങ്ങൾ നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്. നമ്മളവിടെ എന്താണ് വളരെ ക്ഷമയോടുകൂടെ കാത്തിരിക്കണം, നമ്മൾ പെട്ടെന്നൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയാണ് ഓഫ്ലൈൻ ക്ലാസ് ആണോ അല്ലെങ്കിൽ എന്താണ് ഓൺലൈൻ ക്ലാസ് ആണോ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടേതായിട്ടുള്ള മറുപടി നമുക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഉമ്മ മക്കളെ പരിപാലിക്കുന്ന കാര്യത്തിൽ ഉമ്മാൻ്റെ റോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഉമ്മാക്ക് വളരെയധികം റോളുണ്ട്. ഹാഫിദ് ഇബ്രാഹിം പാടിയിട്ടുള്ള ബൈത്തും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഈ മാസിൻ അഹമ്മദ് നന്നായിട്ട് അറബി അറിയാൻ കാരണം എന്താണ്, അവൻ്റെ ഉമ്മ ആ രീതിയിൽ അവനെ പരിശീലിപ്പിച്ചത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ, ഒരു ഫോറിൻ ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ അത് പഠിക്കുന്നതിൽ ഉപകാരം അത് നല്ലതാണോ എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. അത് വളരെയധികം നല്ലതാണ്. കാരണം നമ്മൾ പാഠത്തിൽ പറഞ്ഞതുപോലെ അതെന്താണ് കുട്ടികൾക്ക് കൂടുതൽ വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ മൈൻഡിൽ സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തുള്ളത്. ഇതോടെ ഈ യൂണിറ്റ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.